യാത്രക്കാരെ പെരുവഴിയിലാക്കി ടൂറിസ്റ്റ് ബസിന്റെ തകരാർ യാത്രക്കാരെ അറിയിക്കാതെ നട്ടപ്പാതിരയ്ക്ക് പെരുവഴിയിൽ വണ്ടി അങ്ങ് ഒതുക്കി. മണിക്കൂറുകൾക്ക് ശേഷമാണ് ഉറക്കത്തിലായിരുന്ന യാത്രക്കാർ വണ്ടി ഒതുക്കിയ കാര്യം അറിഞ്ഞത്. തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് പോയ A1 ട്രാവൽസിലെ യാത്രക്കാർക്കാണ് ഈ ദുരനുഭവം. ട്രിപ്പ് ആരംഭിച്ചപ്പോൾ തന്നെ ബസ്സിന് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ യാത്ര തുടരുകയാണ് ചെയ്തതെന്നാണ് യാത്രക്കാർ പറഞ്ഞത്. പകരം സംവിധാനം ഒരുക്കാൻ ട്രാവൽസ് തയ്യാറായില്ല എന്നും അവർ പറയുന്നുണ്ട്. നമുക്ക് പ്രതികരണങ്ങളിലേക്ക് പോകാം. ആദ്യം ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് രാത്രി 9:30 ഈ വണ്ടിയിൽ കയറിയതാണ്. ഇപ്പം മണി 4 ആകുന്നു. ഈ സമയത്തും ഇത് ചെങ്ങന്നൂരിൽ ഈ ബസ് കിടക്കുകയാണ്. ഈ ബസ്സിനാണെങ്കിൽ 17 വർഷത്തോളം പഴക്കമുള്ള ബസ്സാണ്. ബസ്സിന് എന്തോ കംപ്ലൈൻ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ആരെയും തന്നെ അറിയിക്കാതെ ഞങ്ങൾ ഇത്രയും നേരം ബുദ്ധിമുട്ടിച്ച് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ പോലീസ് വന്നിരിക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് കോഴിക്കോട് എത്തണമെന്നുണ്ടെങ്കിൽ ഇനിയും 7-8 മണിക്കൂർ യാത്ര ചെയ്താൽ മാത്രമേ എത്താൻ കഴിയുള്ളൂ. ഇതുവരെയ്ക്കും ആൾട്ടർനേറ്റീവ് അറേഞ്ച്മെൻറ്റ്സ് അവർ തന്നിട്ടില്ല. അലമീൻ തോട്ടുമുക്ക നമുക്കൊപ്പം എത്തുന്നു. വീണ്ടും അലമീൻ, എന്ത് വിധി ഇത്, വല്ലാത്ത ചതിയത് എന്നുള്ളതൊരു ഗാനത്തിലെ വരികളാണ്. യഥാർത്ഥത്തിൽ ആ യാത്രക്കാരൊക്കെ ഇതൊക്കെ പാടിയിട്ടുണ്ടാകും അല്ലെ? അങ്ങനെ ഒരു ചതിയായി പോയല്ലോ ഇത്. വല്ലാത്ത ചെയ്തെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ചില ആൾക്കാർ ഈ ബന്ധുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് സംസ്കാര ചടങ്ങിലൊക്കെ പങ്കെടുക്കുന്നതിന് വേണ്ടി കോഴിക്കോട്ടേക്കുള്ള യാത്രയിലായിരുന്നു. ഇന്നലെ രാത്രി 9:30 തിരുവനന്തപുരത്ത് നിർത്തുന്ന ബസ്സാണ്. സ്വാഭാവികമായും രാവിലെ 6 മണിയോടുകൂടി കോഴിക്കോട്ട് എത്തേണ്ടതായിരുന്നു. ഇതിനിടയിൽ മറ്റു സ്ഥലങ്ങളിൽ ഇറങ്ങേണ്ട ആളുകളുമുണ്ട്. പക്ഷേ പുലർച്ചെ 3 മണിയായി ഉറക്കമെഴുന്നേറ്റ് നോക്കുമ്പോൾ വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ്. കാര്യം അന്വേഷിക്കുമ്പോഴാണ് വണ്ടി തകരാറിലാണ്, പ്രശ്നമാണ് എന്ന് പറയുന്നത്. എവിടെ എത്തിയെന്ന് അന്വേഷിക്കുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് യാത്ര തുടങ്ങി ചെങ്ങന്നൂർ എത്തിയപ്പോഴാണ് വണ്ടി ഒതുക്കിയിടുന്നത്. ഇത് മുൻകൂട്ടി യാത്രക്കാരെ അറിയിക്കുകയോ അല്ലെങ്കിൽ അപ്പോൾ തന്നെ സംവിധാനം ഒരുക്കാനോ ഇവർ തയ്യാറായില്ല, ബസ്സിലെ ജീവനക്കാർ തയ്യാറായില്ല എന്നൊരു ആക്ഷേപം കൂടിയും ഇവർ ഉന്നയിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, തിരുവനന്തപുരത്ത് നിന്ന് ഈ ബസ് എടുത്തപ്പോൾ തന്നെ നേരിയ തോതിലുള്ള പ്രശ്നങ്ങൾ, തകരാറുകൾ ഉണ്ടായിരുന്നു എന്നാണ് യാത്രക്കാർ പറയുന്നത്. എന്നിട്ടും അത് വകവയ്ക്കാതെ യാത്ര തുടരുകയായിരുന്നു. ചെങ്ങന്നൂരെത്തിയപ്പോൾ വണ്ടി തനിയെ പണിമുടക്കി. ജീവനക്കാർ വഴിയിലേക്ക്, പാതി വഴിയിലേക്ക് അത് ഒതുക്കി നിർത്തുകയും ചെയ്തു. AC സ്ലീപ്പർ ബസ്സാണ്. യാത്രക്കാരൊക്കെ അതുകൊണ്ട് നല്ല ഉറക്കത്തിലുമായിരുന്നു. നല്ല മഴയും ഉണ്ടായിരുന്നു. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ നിരവധി ആളുകളുമുണ്ട്. ഈ ബസ് പണിമുടക്കിയ വിവരം അറിയുന്നു. മുന്നോട്ട് പോകാനാവില്ല എന്ന് വ്യക്തമാകുന്നു. അതിനുശേഷം പകരം സംവിധാനം ഏർപ്പെടുത്താൻ ഈ ജീവനക്കാരോട് പറഞ്ഞിട്ട് ഒരു ഉപയോഗവും ഉണ്ടായില്ല എന്നാണ് അവർ പറയുന്നത്. ട്രാവൽസിനുമായി ബന്ധപ്പെട്ട ആളുകളെ വിളിക്കാൻ ശ്രമിച്ചു. അപ്പോഴും അവർ പറയുന്നത് ഈ പുലർച്ചെയാണ് അതൊക്കെ നടക്കുന്നത്, ഇപ്പോൾ പറയാം, ഉടനെ സംവിധാനം ചെയ്യാമെന്ന് ആവർത്തിച്ചതല്ലാതെ ഒരു പരിഹാരവും പോംവഴിയും ഉണ്ടായില്ല. അവസാനം യാത്രക്കാർ ചെങ്ങന്നൂർ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുന്നു. അവിടെ നിന്ന് SI എത്തി. SI തന്നെ ഒരു ബസ് അറേഞ്ച് ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് യാത്രക്കാർ പറയുന്നത്. ആ ബസ്സിലാണ് ഇപ്പോൾ ആൾക്കാർ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത്. അവരിപ്പോൾ എറണാകുളം കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മൾ തൊട്ട് മുമ്പ് വിളിക്കുമ്പോഴും. അവസാനം ആ ബസ്സിന്, അതായത് 1000 രൂപയും 1400 രൂപയും ഓരോ സീറ്റ് ടിക്കറ്റ് നിരക്ക് ഈടാക്കി യാത്ര ചെയ്യുന്ന സർവീസ് നടത്തുന്ന ട്രാവൽസ് കൂടിയാണ് ഇതെന്നുള്ളത് ശ്രദ്ധിക്കണം. എന്നിട്ടാണ് യാത്രക്കാർക്ക് ഇത്തരം ഒരു സംവിധാനം ഏർപ്പാടാക്കാതെ അവരെ പെരുവഴിയിലാക്കിയത്. എന്ന് മാത്രമല്ല, വാഹനങ്ങൾ അത്തരത്തിൽ വഴിയിലാവുക സാങ്കേതിക തരമാണ്, അത് ആരെയും കുറ്റം പറയാനാവില്ല. പക്ഷേ യാത്ര തുടങ്ങിയപ്പോൾ തന്നെ പ്രശ്നമുണ്ടായിരുന്നു. എന്നിട്ടും അത് വകവയ്ക്കാതെ പോയി എന്നുള്ളതാണ് ഒരു പ്രശ്നം. എന്ന് മാത്രമല്ല, പാതി വഴിയിലായിട്ടും പെരുവഴിയിലായിട്ടും അത് യാത്രക്കാരെ അറിയിക്കാനോ ഉടൻ തന്നെ പകരം സംവിധാനം ഏർപ്പെടുത്താനോ ട്രാവൽസുകാർ തയ്യാറായില്ല, ഏജൻസിക്കാർ തയ്യാറായില്ല എന്നൊരു ആക്ഷേപം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട്. സുജ, ഓക്കെ, നമുക്കിപ്പോൾ ഒരു യാത്രക്കാരനുണ്ട്. യാത്രക്കാരന്റെ പേര് എന്താണ് എന്ന് എനിക്ക് PCR നിന്ന് കിട്ടിയില്ല. പേരെന്താണ്? നമസ്കാരം. ആ, എന്റെ എന്താണ് പേര് പ്രഭു സംഭവിച്ചത്? എന്നാണ്. പ്രഭു, എന്താ സംഭവിച്ചത്? ഈ വണ്ടി ഞാൻ കയറുന്നത് പോത്തൻകോട് നിന്നാണ് വണ്ടിയിൽ കയറുന്നത്. ഞാൻ കോഴിക്കോടേക്ക് ടിക്കറ്റ് എടുത്ത ആളാണ്. ഈ വണ്ടി ഞാൻ കയറി അപ്പോഴും തന്നെ ഉറങ്ങുമായിരുന്നു. 10 മണി, നമ്മൾ 10 മണിക്കാണ് ഞാൻ വണ്ടിയിൽ കയറുന്നത്. അന്നേരം തന്നെ ഞാൻ ഉറങ്ങി. വണ്ടി നിർത്തിയിട്ടേക്കുന്ന കണ്ട് നമ്മൾ കുറച്ച് എപ്പോഴും ഒരു മണി, 1 മണി, 2 മണി ആ സമയത്താണ് നമ്മൾ നോക്കുമ്പോൾ വണ്ടി നിർത്തിയിട്ടേക്കുന്നു. അങ്ങനെ പാസഞ്ചേഴ്സ് ആരൊക്കെ എഴുന്നേറ്റു. അപ്പോഴാണ് ഞാനും അറിയുന്നത്. അങ്ങനെ ഞാൻ ചെന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു വണ്ടിയുടെ ക്ലച്ച് കംപ്ലൈൻ്റ് ആണ്. പിന്നെ വണ്ടി സ്വാഭാവികമാണ്, വണ്ടി കംപ്ലൈൻ്റ് ആവും. പക്ഷേ ഇവരുടെ ഓഫീസുകളിലൊന്നും വിളിച്ചിട്ട് ആരും യാതൊരുവിധ റെസ്പോണ്ടും ചെയ്തില്ല. അങ്ങനെ അവസാനം ചെങ്ങന്നൂർ SI വന്നതിന് ശേഷമാണ്, SI ആണ് നിർബന്ധത്തിൽ ഒരു വണ്ടി അറേഞ്ച് ചെയ്തിട്ട് പറഞ്ഞു വണ്ടിയിൽ ഈ ആൾക്കാരെ എത്രയും പേര് അവിടെ എത്തിയിട്ടില്ലെങ്കിൽ പുള്ളി അത് ഫയർ ചെയ്തു. അങ്ങനെയാണ് SIയുടെ നേതൃത്വത്തിലാണ് വണ്ടി വരുന്നതും. ഞങ്ങളിപ്പം എത്തിയേക്കുന്ന വാടാനംപള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയതേ ഉള്ളൂ. വാടാനംപള്ളി എന്ന് പറയുമ്പോൾ എറണാകുളം എത്താറായല്ലേ? എത്തി. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇപ്പോൾ വണ്ടി നിർത്തിയേക്കുന്നത്. തൃശ്ശൂർ വാടാനപ്പള്ളിയാണ്. ഈ പകരം സംവിധാനം ഒരുക്കണമെന്നൊക്കെ നിങ്ങൾ പറഞ്ഞിരുന്നില്ലേ? അപ്പോഴെന്താണ് ഈ ബസ്സുകാർ പറഞ്ഞത്? അല്ല, അവർ അന്നേരം പറയുന്നത് ഇപ്പം വിളിക്കാം, അത് ഈ ജീവനക്കാരെയും കൊണ്ട് അത് ചെയ്യാൻ പറ്റത്തില്ല. അവർക്കൊരു മേളിൽ നിന്ന് ഒരു ഉത്തരവ് കിട്ടാതെ ജീവനക്കാർ ചെയ്യത്തില്ല. അവർ വെറും പാവങ്ങളല്ലേ, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ ഈ വിളിച്ചപ്പോൾ അവരാണ് ചെയ്യേണ്ടത്. ഓഫീസിൽ നിന്ന് ഒരു പ്രതികരണം കിട്ടാതെ വന്ന് അവസാനം SIയുടെ നേതൃത്വത്തിൽ, പുള്ളിയാണ് ശക്തമായ SI ആണ്, ചെങ്ങന്നൂർ SI
ഇടപെട്ടുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇപ്പൊ ഈ വാടാനപ്പള്ളി വരെ എത്തിയത്. ഇതിപ്പോ ഞങ്ങൾ യാത്ര ചെയ്യുന്നത് സാധാ ഒരു ബസ്സാണ്, നമ്മുടെ കല്യാണത്തിനൊക്കെ പോകുന്ന ഒരു സാധാ ബസ്. ഈ ബസ് ബസ് യാത്രയിലൊന്നും വേറെ നിങ്ങൾ ബുക്ക് ചെയ്തത് എത്ര രൂപയ്ക്കാണ് ഞാൻ തിരുവനന്തപുരത്ത്? ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്ത് 940 രൂപ ഓൺലൈൻ ആ റേറ്റ് വന്നിട്ടുണ്ട്. സ്ലീപ്പറും ഉണ്ട്. ഞാൻ സെമി സ്ലീപ്പറാണ് ബുക്ക് ചെയ്തത്. ഈ സ്ലീപ്പറിന് അങ്ങനെ 1300 1400 പല ഈ വെബ്സൈറ്റിൽ നിന്നൊക്കെ സൈറ്റുകളിൽ നിന്ന് ബുക്ക് ചെയ്യുന്നവർക്ക് പല റേറ്റുകളായിരിക്കും. മുഴുവൻ ഇതിനകത്ത് ഈ യാത്രക്കാർക്കും പറയുന്ന ഇപ്പോൾ പോലീസ് ഇടപെട്ട് പകരം സംവിധാനം ഒരുക്കിയിട്ടുണ്ടോ? അല്ല, ഈ ഞങ്ങൾ വന്ന വണ്ടി എല്ലാ യാത്രക്കാരെ ഈ ബസ്സിലേക്ക് കയറ്റി. മൊത്തത്തിൽ ഈ യാത്രക്കാരെ മൊത്തം ഈ ബസ്സിലേക്ക് കയറ്റി. ബസ് 4:30 വന്നപ്പോൾ ഇവര് പോയി ഒരിടത്തുനിന്ന് വിളിച്ചുകൊണ്ട് വന്ന് 4:30 ഞങ്ങളെ എല്ലാവരെയും ഈ ബസ്സിൽ കയറ്റി ഈ ഇറക്കേണ്ടവരെയൊക്കെ അതാത് സ്റ്റോപ്പുകളിൽ ഇറക്കിയാണ് ഈ വണ്ടി കോഴിക്കോട് വരെ പോകുന്നത്. അപ്പോൾ ഈ വാടാനപ്പള്ളിയിലെത്തി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വാടാനപ്പള്ളിയിൽ നിർത്തിയതാണ്. ഓക്കെ. A1 ട്രാവൽസിൽ നേരത്തെയും യാത്ര ചെയ്യുന്ന ആളാണോ പ്രഭു? സ്ഥിരമായി ഞാൻ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ യാത്രയിലൊന്നും ഒരുവിധ പ്രശ്നങ്ങളും ഉണ്ടായില്ല. പക്ഷേ ഇന്നലത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ബുദ്ധിമുട്ട്. ഈ വണ്ടിക്കകത്ത് കുറേ കുട്ടികളുണ്ട്, ചെറിയ മക്കളെയും കൊണ്ട് യാത്ര ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ഇന്നലെ വെള്ളിയാഴ്ച കൂടെ അല്ലേ, അപ്പോൾ എല്ലാവരും ഈ പറയുന്ന പോലെ ദൂരെയൊക്കെയുള്ള യാത്രകളിലാണ് എല്ലാവരും. പക്ഷേ ഇപ്പം പോന്നു, അവിടുന്ന് വണ്ടി എടുത്തു, ഇപ്പം നമ്മൾ ഭക്ഷണം കഴിക്കാൻ നിർത്തി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഏകദേശം ഒരു 2-2.5 മണി 3 മണിക്കൂറും കൂടെ എടുക്കുമായിരിക്കും കോഴിക്കോട് എത്താൻ വേണ്ടി. യഥാർത്ഥത്തിൽ ഈ ബസ് A1 ബസ്സിലായിരുന്നു പോയിരുന്നതെങ്കിൽ പ്രഭുവൊക്കെ കോഴിക്കോട്ട് ഇപ്പം വീട്ടിലിരിക്കേണ്ട സമയമാണ്. എപ്പോഴേ ഞാൻ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കേണ്ട സമയങ്ങൾ കഴിഞ്ഞു. ഞാൻ എല്ലാ ദിവസവും ഈ സ്ഥിരമായി പോകുമ്പോൾ ഈ വണ്ടിക്ക് നമ്മളൊരു 5:30 7 മണി ആ ടൈം കാണിച്ചെങ്കിലും 5:30 6 മണി ആ സമയമാകുമ്പോഴത്തേന് ഈ വണ്ടി കോഴിക്കോട് നമ്മുടെ ബസ് സ്റ്റാൻഡിലെത്തും. നമ്മളൊരു അരമണിക്കൂർ കൊണ്ട് വീട്ടിൽ എത്തുന്ന. അപ്പോൾ വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ് മിസ്സായി. എന്തായാലും നമുക്ക് ഇതിൽ എന്താ പരിഹാരം ഉണ്ടാക്കാൻ പറ്റുക എന്ന് നോക്കാം. ഓക്കെ. വളരെ സന്തോഷം. താങ്ക് യു പ്രതികരിച്ചതിന്. നമുക്കൊപ്പം അല്ലമീൻ തുടരുന്നുണ്ട്. അല്ലമീൻ, ഇപ്പോൾ യാത്രക്കാരൻ പ്രഭു പറഞ്ഞത് കേട്ടില്ലേ? രാവിലെ വീട്ടിൽ ചെന്ന് വീട്ടിൽ നല്ല ചൂട് ഭക്ഷണമൊക്കെ, പ്രഭാത ഭക്ഷണമൊക്കെ വീട്ടിലിരുന്ന് കഴിക്കേണ്ടയാൾ ഇപ്പോൾ വാടാനപ്പള്ളിയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ബസ് യാത്രക്കാർ ഉണർന്ന് ചോദിച്ചില്ലായിരുന്നെങ്കിൽ വീണ്ടും നന്നാക്കാനായി അവിടെ തന്നെ കിടക്കുമായിരുന്നു. ആ ബസ്സിൽ തന്നെ ഇന്ന് മഴയും കൂടി ആയതുകൊണ്ട് കിടന്നങ്ങ് ഉറങ്ങാമായിരുന്നു അല്ലേ? അത് തന്നെയാണ് യാത്രക്കാർ പറയുന്നത്. പലരും ഈ AC ഒക്കെ ഇട്ട് ഉറക്കമായിരുന്നു. ഇതിനിടയിൽ എപ്പോഴോ ഉണർന്ന ചില ആളുകൾ ബസ് മുന്നോട്ട് പോകുന്നില്ല എന്ന് ശ്രദ്ധിച്ചപ്പോഴാണ് വിവരം അന്വേഷിക്കുന്നത്. അപ്പോഴാണ് ഈ കാര്യം പറയുന്നത്. അപ്പോഴും അവർ ഉദ്ദേശിക്കുന്നത് മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഒതുക്കിയിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഡ്രൈവറോടും ബസ്സിൻ്റെ ജീവനക്കാരോടും സംസാരിക്കുമ്പോൾ ആദ്യം കൃത്യമായ വിവരം നൽകില്ല എന്നുകൂടി അവർ പറയുകയാണ്. പിന്നീട് കുറേ നേരം കഴിഞ്ഞ് ഈ ഉണർന്ന യാത്രക്കാർ മറ്റുള്ളവരെയൊക്കെ വിളിച്ചുണർത്തി അവരൊക്കെ ഒരു പ്രതിഷേധത്തിൻ്റെ സ്വരത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയപ്പോഴാണ് ഇവർ പറയുന്നത് ബസ്സിന് പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഒതുക്കി നിർത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോഴും പകരം സംവിധാനം ഏർപ്പെടുത്താമെന്നോ മറ്റ് ബസ് വരുമെന്നോ അതിനുള്ള ക്രമീകരണമൊന്നും അവർ ഏർപ്പെടുത്തിയിരുന്നുമില്ല. ഈ സൂചിപ്പിച്ചതുപോലെ നല്ല മഴയത്ത് സുഖമായി കിടന്നുറങ്ങിയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ കോഴിക്കോട് എത്തേണ്ട സമയത്ത് അവർ ഉണർന്ന് നോക്കുമ്പോഴും ഇപ്പോൾ ചെങ്ങന്നൂർ കിടന്നുറങ്ങേണ്ട അവസ്ഥയാകും വരുമായിരുന്നത്. പക്ഷേ അവർ ഉണർന്നു, ശ്രദ്ധയിൽപ്പെട്ടു. പിന്നെ പോലീസ് കൂടി ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് യാത്രാ സൗകര്യം ഒരുങ്ങിയതെന്നാണ് അവർ പറയുന്നത്. ബസ്സിലെ സാങ്കേതിക തകരാർ അത് ആരെയും കുറ്റം പറയാനാവില്ല. പക്ഷേ ഈ ട്രാവൽസിലെ അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോഴുണ്ടായ ഒരു സമീപനമാണ് യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെ വിഷമിപ്പിച്ചത്. കാരണം നല്ല തുക നൽകിയാണ് അവർ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് എന്ന് മാത്രമല്ല, ഈ ബസ് ട്രിപ്പ് ആരംഭിക്കുമ്പോൾ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് തിരുവനന്തപുരത്ത് നിന്ന് യാത്ര തുടങ്ങിയപ്പോൾ ആ ബസ്സിൽ കയറിയ ആളുകൾ പറയുന്നത്. സ്വാഭാവികമായും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എങ്കിൽ അത് പരിഹരിച്ചിട്ട് യാത്ര തുടരാനോ അല്ലെങ്കിൽ പകരം മറ്റൊരു സംവിധാനം ആദ്യ മണിക്കൂറിൽ തന്നെ ഏർപ്പെടുത്താനോ അവർ തയ്യാറായില്ല എന്നൊരു പരാതി കൂടിയാണ് ഇവർ പറയുന്നത്. A1 ട്രാവൽസ് എന്ന് പറയുമ്പോൾ വലിയ രീതിയിൽ സർവീസ് നടത്തുന്ന ഒരു ട്രാവൽസ് കൂടിയാണ്. നിരവധി യാത്രക്കാർ ആശ്രയിക്കുന്ന ഒരു ബസ് കൂടിയാണ്. പലയിടങ്ങളിലും സർവീസ് നടത്തുന്നുണ്ട്, തുടർച്ചയായ സർവീസ് നടത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പലരും ആശ്രയിക്കുന്ന അത്തരമൊരു സർവീസ് നടത്തുന്ന ആളുകൾ യാത്രക്കാരുടെ ഈ വിധത്തിലൊരു മനോഭാവം സ്വീകരിച്ചു എന്നുള്ളതിലാണ് യാത്രക്കാർ പരാതിയും പരിഭവവും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. സുജയ. ഓക്കെ, അല്ലമീനാണ് വിവരങ്ങൾ നൽകിയത്. A1 ബസ്സാണ് ഇങ്ങനെ കൃത്യമായി ടിക്കറ്റൊക്കെ എടുത്ത് കോഴിക്കോട്ടേക്ക് പോയ ആളുകളെ വഴിയിലിട്ട് കിടത്തി ഉറക്കിയത്. യാത്രക്കാർ ഉണർന്നത് കൊണ്ട് മാത്രം അറിഞ്ഞു. അല്ലായിരുന്നെങ്കിൽ രാവിലെ നേരം വെളുക്കുന്നത് വരെ ഇങ്ങനെ കിടന്ന ആ ബസ്സിൽ തന്നെ ഉറങ്ങാമായിരുന്നു. ആ വഴിവക്കിൽ തന്നെ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു ബസ് എന്നുള്ളത് അറിയാതെയും പോയേനെ.